السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أم حبيبة رضي الله عنها قالت قال رسول الله صلى الله عليه وسلم من حافظ على 4 ركعات قبل الظهر و4 بعدها حرمه الله على النار. റവാഹു അബൂ ദാവൂദ് വത്തുർമുദിയു റഹ്മത്തുള്ളാഹി അലൈഹിമ. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. സുന്നത്ത് നമസ്കാരങ്ങളുടെ സവിശേഷതയും ഗൗരവവും ഗാംഭീര്യവും അതുവഴി ലഭിക്കുന്ന മഹത്തായ അനുഗ്രഹങ്ങളും അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു തികഞ്ഞ സുന്നി തന്നെയായി മാറും. സുന്നത്തുകളുടെ പിറകെ പോയി ഇത്തിബാഉ സുന്ന, മുത്തബിഉ സുന്ന, അവസാനമായി അയാൾ എത്തുന്നത് മുഹീ സുന്ന, സുന്നത്ത് ജീവിപ്പിക്കുന്ന പുനരുജ്ജീവിപ്പിക്കുന്ന ഒരാളായി മാറും. റസൂൽ പറഞ്ഞില്ലേ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ സുന്നത്തുകൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ജീവിപ്പിക്കുന്ന ആളുകൾക്ക് നൽകുന്ന പ്രതിഫലം മഹത്തരമാണ്. അതിൽപ്പെട്ടതാണ് ഈ സുന്നത്ത് നമസ്കാരങ്ങൾ. അതിൽ സവിശേഷമായിട്ടുള്ള 8 റക്അത്തുകളാണ് ഈ ഹദീസിൽ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. മുൻപൊരിക്കൽ മറ്റൊരു വിഷയവുമായി ബന്ധപ്പെടുത്തി ഈ ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്, ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വഅൻ അബ്ദുല്ലാഹി ബിൻ സഅബ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുല്ലാഹി ബിൻ സഅബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഹദീസിൽ തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമായിരുന്നു അർബഅൻ ബഅദ അൻ തസൂല ശംസു, സൂര്യൻ അതിൻ്റെ മധ്യത്തിൽ നിന്ന് തെറ്റിയതിന് ശേഷം, ഖബലൽ ദുഹരി, ദുഹറിന് മുമ്പായിട്ടും. വഖാൽ, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് നിസ്കരിക്കാനുള്ള സാഹചര്യത്തെ സംബന്ധിച്ച് പറയുമായിരുന്നു, ഇന്നഹാ സാഅത്തുൻ, അതൊരു പ്രത്യേക സമയമാണ്. തുഫ്തഹു ഫിഹാ അബ്വാബുസ് സമാഉ, ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കും ആ സമയത്ത്. ഫഉഹിബ്ബു അൻ യസ്അദ ലീ ഫിഹാ അമലുൻ സാലിഹ്, എൻ്റെ സൽക്കർമ്മങ്ങളൊക്കെ ആ തുറന്നു വെച്ച വാചാലനത്തിലൂടെ അള്ളാഹുവിൻ്റെ സമക്ഷത്തെങ്കിൽ എത്തിച്ചേരുക എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഏതെങ്കിലും അമൽ ഞാൻ ചെയ്യുന്നവരായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ആ സമയത്ത്, അതായത് ളുഹറിന് മുൻപ് എന്നാൽ സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റുകയും ചെയ്ത ആ ഒരു ഘട്ടത്തിൽ ഞാൻ നിസ്കരിക്കുന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ ളുഹറിന് മുമ്പുള്ള ആ 4 റക്അത്തിന്റെ സവിശേഷത അതിൽ നിന്ന് മനസ്സിലാക്കാം. വൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത്, ആയിഷ ബി റളിയല്ലാഹു അൻഹ പറയാം, അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ലം യുസല്ലി 4 ഖബല ദുഹരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും കാരണവശാൽ തിരക്കോ, അങ്ങനെ സ്വാഭാവികമാണ്, എന്തെങ്കിലും നിസ്കാരത്തിന് തടസ്സമാകുന്ന കാരണങ്ങൾ ഉണ്ടാകുകയും അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ളുഹർ നമസ്കരിക്കുകയും ചെയ്താൽ സല്ലാഹുന്ന ബഅദഹ, ആ നിസ്കരിക്കാത്ത നിസ്കാരങ്ങൾ ളുഹർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും നിസ്കരിക്കും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഭാഗം ളുഹറിന് ശേഷമാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിവെക്കാറുണ്ട്. ഞാൻ ആദ്യം കേൾപ്പിച്ച ഹദീസ് ഇമാം അബൂ ദാവൂദ്, തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹിമ രേഖപ്പെടുത്തിയ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയിൽ, നമ്മുടെ ഉമ്മ, വിശ്വാസികളുടെ ഉമ്മയായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയിൽ ഹദീസാണ്. അവർ പറയാം, മൻ ഹാഫള അലാ 4 റക്അത്തിൻ, ആരെങ്കിലും 4 റക്അത്ത് നമസ്കാരം സൂക്ഷിച്ചാൽ, പതിവാക്കിയാൽ, വിടാതെ അത് പരമാവധി, എന്തെല്ലാം ഇപ്പറഞ്ഞ പോലെ കാരണങ്ങൾ ഉണ്ടായാൽ അത് മാറ്റിവെച്ചാൽ പോലും അവർ കടന്നു തീർക്കുക. നമ്മൾ പറയാം, അതിനാണ് ഈ ഖളാ വിട്ടുക, നിസ്കാരം ഖളാ ആക്കുക എന്നൊക്കെ പറയുന്നത് എങ്ങനെയെങ്കിലും ചെയ്തു തീർക്കലാണ്. ഖബലൽ ദുഹരി, ളുഹർ നമസ്കാരത്തിന് മുൻപ് എത്ര? 4 റക്അത്ത്. വ 4 റക്അത്ത് ബഅദഹ, അതിന് ശേഷവും. അപ്പൊ എത്ര? 8 റക്അത്തായി. അങ്ങനെ 8 റക്അത്ത് സുന്നത്ത് ഒരാൾ നമസ്കരിച്ചാൽ ഹറമഹുല്ലാഹു അലന്നാർ, അയാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന് ഹറാമാക്കിയിട്ടുണ്ട്. നരകത്തിലേക്ക് കൊണ്ടുപോയാൽ നരകം പറയും, നീ എനിക്ക് ഹറാമാണ്, വിസമ്മതിക്കും, എനിക്ക് വേണ്ട, നിന്റെ ശരീരം കത്തിക്കാൻ മാത്രമുള്ള ചൂടും ശക്തിയുമൊന്നും എനിക്കില്ല. കാരണം എന്താ? അള്ളാഹ് ഹറാമാക്കിയതാണ്, ഞാൻ ചൂടാണ്. ഇപ്പൊ നീ അള്ളാഹുവിന്റെ ഹറാമാക്കൽ കാരണം തണുത്തുപോയി,
അവൾ നിന്നെ പറ്റില്ല എന്ന് പറഞ്ഞ് വിസമ്മതിച്ച് പുറന്തള്ളപ്പെടും. അത്തരം ഒരു മഹാഭാഗ്യത്തിന് ഉടമയായി തീരാൻ നമ്മൾ നമ്മുടെ സമയത്തിൽ നിന്ന് ഒരു 5 മിനിറ്റ് ഏറി വന്നാൽ 10 മിനിറ്റ് സമയം നീക്കി വെച്ചാൽ ളുഹറിന് മുമ്പ് 4 റക്അത്തും ളുഹറിന് ശേഷം 4 റക്അത്തും നിസ്കരിക്കുന്ന ഒരാൾക്ക് ഈ മഹത്തായ ഗുണം അല്ലെങ്കിൽ ഖൈർ ലഭ്യമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഖൈറുകൾ ലഭ്യമാകുന്ന, നരകത്തിന്റെ ഹറാമായി തീരുന്ന സ്വർഗത്തിന്റെ അവകാശികളായി തീരാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നുപോയ എല്ലാ അബദ്ധങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തന്ന് ഇരു ലോകത്തും അള്ളാഹു മറച്ചു വെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായി പ്രയാസപ്പെട്ട് വീടുകളിലും ആശുപത്രികളിലും ഈ മജ്ലിസിലും ഒക്കെയുള്ള ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെയും കാമിലും ആജിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു എല്ലാവർക്കും എല്ലായ്പ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ തഖ്വ കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് കലിമത്തു തൗഹീദ് പറഞ്ഞുകൊണ്ട് കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു അവരുടെയും നമ്മുടെയും എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. പാരത്രിക ലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലികളും സിദ്ദീഖുകളും ഷഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.